പിന്നെ കുറേ പ്രഖ്യാപനങ്ങളാണ്. ആ പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പാവാത്തതിൽ അത്ഭുതമൊന്നുമില്ല. എല്ലാ പ്രഖ്യാപനങ്ങളും നടപ്പാകണമെന്നുമില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ പരാജയത്തെ തുറന്ന് കാണിക്കാൻ മടിച്ചുകൊണ്ടാണെങ്കിലും അതിൻ്റെ ECG എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിയും അത് ദുർബലമായ ഒരു ധനഹൃദയവും ആസൂത്രണ ഹൃദയവും ശരീരവുമുള്ള ഒരു ഗവൺമെൻറ്റായിരുന്നു ഈ ഗവൺമെൻറ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി തന്നെ രംഗത്തും ധനമന്ത്രിയല്ല. ധനമന്ത്രിയെ അദ്ദേഹം ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറ്റിയിട്ട് അദ്ദേഹം തന്നെ സ്വതസിദ്ധമായ ശൈലിയിൽ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തി. 2000 കോടി കൊടുക്കും, അതുപോലെ തന്നെ വനിതകൾക്ക് അവർക്കൊരു പ്രത്യേക പെൻഷൻ കൊടുക്കും, അങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ ഒരു പ്രതിഫലനവും ഉണ്ടായില്ല. ചുമരിലെറിഞ്ഞ പന്ത് തിരിച്ചു വരുന്നത് പോലെ ബാലഗോപാൽ എറിഞ്ഞ പണം തിരിച്ച് ബാലഗോപാലിനെ പറ്റി തന്നെ വന്നു. അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ കാത്തിരിക്കുന്നത് അതിദയനീയമായ ഒരു തെരഞ്ഞെടുപ്പ് പരാജയമായിരിക്കും. നമസ്കാരം. 2 മണിക്കൂർ 53 മിനിറ്റ് സമയമെടുത്താണ് ധനമന്ത്രി KN ബാലഗോപാൽ പിണറായി സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ചത്. പ്രതീക്ഷിച്ച പോലെ വലിയ പ്രഖ്യാപനങ്ങളോടെയുള്ള ഒരു ബഡ്ജറ്റ്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മെച്ചമാക്കാൻ ഒന്നും വകയിരുത്താത്ത ബഡ്ജറ്റായി പോയി എന്ന് തോന്നിപ്പോയി. പല പ്രഖ്യാപനങ്ങളും തെരഞ്ഞെടുപ്പ് വർഷത്തേക്ക് മാറ്റിവെച്ചത്. ശമ്പള പരിഷ്കരണമായാലും അഷ്വേർഡ് പെൻഷനായാലും എല്ലാം വൈകിപ്പോയില്ലേ? പ്രഖ്യാപനങ്ങൾ നടത്തി നടപ്പിലാക്കുമ്പോൾ വന്നു ചേരാവുന്ന ബാധ്യതയുണ്ട്. അത് മറ്റുള്ളവരുടെ തലയ്ക്ക് വെച്ച് സ്ഥലം കാലിയാക്കാനുള്ള ആസൂത്രിതമായ ഒരു നീക്കമായാണ് ബജറ്റിലെ ഭൂരിഭാഗം പ്രഖ്യാപനങ്ങളും കേട്ടപ്പോൾ തോന്നിപ്പോയത്. ഇനിയിപ്പോൾ ഇതേക്കുറിച്ച് വിലയിരുത്തേണ്ടത് സാമ്പത്തിക വിദഗ്ധരാണ്. എനിക്കൊപ്പം ഈ സമയം CMP നേതാവും സാമ്പത്തിക വിദഗ്ധനുമായ ശ്രീ CP ജോൺ ചേരുകയാണ്. സർ നമസ്കാരം. ശ്രീ CP ജോൺ, വമ്പൻ പ്രഖ്യാപനങ്ങളുമായി 2ാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് ധനമന്ത്രി KN ബാലഗോപാൽ. ബഡ്ജറ്റ് പ്രഖ്യാപനം കേട്ടപ്പോൾ ഏറെക്കുറെ ഒരു കാര്യം ഉറപ്പായി. ഇടതുപക്ഷ സർക്കാരിന് അവർ വീണ്ടും അധികാരത്തിൽ വരില്ല എന്ന് നല്ല ധാരണയുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം വലിയ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ശുഷ്കമായ ഖജനാവാണെന്ന് അറിഞ്ഞിട്ടും ഇത്ര വലിയൊരു പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്നത്. ബാധ്യത അടുത്ത സർക്കാരിൻ്റെ തലയിൽ നേരത്തെ കെട്ടിവെക്കാനുള്ള പ്രഖ്യാപനങ്ങളല്ലേ ഉണ്ടായത്? അല്ലാതെ ശാസ്ത്രീയമായൊരു ബഡ്ജറ്റായി തോന്നുന്നില്ല. താങ്കൾക്ക് എന്ത് തോന്നി? തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ ഒരു ശാസ്ത്രീയമായ ബജറ്റ് അവതരണ രീതിയല്ല. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ധനമന്ത്രി ബാലഗോപാൽ ഇക്കഴിഞ്ഞ 5 വർഷവും വീൺ വാക്കുകളൊന്നും പറയാതെയും വളരെ മാന്യമായൊക്കെ പെരുമാറിയ ഒരു വ്യക്തിയാണ്. ആ നിലയ്ക്കൊരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് നമുക്കെല്ലാം സ്നേഹമാണ്. പക്ഷേ ഈ ബജറ്റും കൂടെ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വളരെ വീക്കായിട്ടുള്ള ഒരു ഖജനാവും വെച്ച് എങ്ങനെയൊക്കെയോ മുന്നോട്ട് പോയ ഒരു മന്ത്രി എന്ന ഒരു നിലയിലാണ് ധനമന്ത്രി എന്ന ബാലഗോപാലിനെ നമുക്ക് വ്യക്തിക്കപ്പുറത്ത് വിലയിരുത്താൻ കഴിയുക. നമുക്കറിയാം, ഈ ബജറ്റ് വായിച്ചു തീർന്നത് ഏതാണ്ട് 3 മണിക്കൂർ സമയം കൊണ്ടാണ്. ഈ 3 മണിക്കൂർ സമയത്തിൽ അദ്ദേഹം വായിച്ച ഈ ബജറ്റിന് 2 ഭാഗങ്ങളുണ്ട്. ഭാഗങ്ങൾ അതിനകത്ത് പലതുമുണ്ട്. ഈ ബജറ്റിന് 2 ഭാഗങ്ങളുള്ളതായിട്ട് കാണാം. അതിൽ അദ്ദേഹം ഇട്ടിട്ടുള്ള 1, 2 എന്നുള്ള ഭാഗമല്ല. ഒന്ന് ഇൻ റിട്രോസ്പെക്റ്റീവ്, അതായത് പുറകിലേക്ക് ഉള്ള ചെയ്ത കാര്യങ്ങളുടെ ഒരു വിശകലനം, തിരിഞ്ഞു നോട്ടം. മറ്റൊന്ന് ഇൻ പെർസ്പെക്റ്റീവ്, മുൻപിലേക്കുള്ള ഒരു നോട്ടം. അതിൽ മുൻപിലേക്കുള്ള കാര്യങ്ങൾക്ക് ഈ ബജറ്റിന് യാതൊരു പ്രസക്തിയുമില്ല. അപ്പോൾ ഈ ബജറ്റ് ഇൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ മാത്രമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ബാലഗോപാലായിരുന്നുവെങ്കിൽ, അദ്ദേഹം ആ പൊസിഷനിലുള്ള ഒരാളാണല്ലോ, അദ്ദേഹം നടത്തുന്ന ഒരു വാഗ്ദാന പട്ടികയ്ക്കപ്പുറത്ത് ഒന്നുമല്ല നടത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനവും. ഉദാഹരണത്തിന് അഷ്വേർഡ് പെൻഷൻ ഇപ്പോഴാണോ പറയേണ്ടത്? 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെതിരെ സമരം നയിച്ച് വന്നൊരു ഗവൺമെൻറ്റാണ്. 10 വർഷമായിട്ടും അഷ്വേർഡ് പെൻഷൻ പറയാതെ ഇറങ്ങിപ്പോകുന്നതിൻ്റെ 1 മാസം മുമ്പ് അഷ്വേർഡ് പെൻഷൻ പറയുന്നു. ഇത്രയും നാൾ കുടിശ്ശിക കൊടുക്കാതെ ഇപ്പോൾ ഏതായാലും ഫെബ്രുവരി മാസം ഒരു കുടിശ്ശിക കൊടുക്കുന്നത് നന്നായി. ഇനിയിപ്പോൾ ഒരു ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ ഗവൺമെൻറ്റിന് ചെയ്യാനുള്ളതല്ല. എന്നാൽ അംഗൻവാടി, അതേപോലെ തന്നെ ആശാ വർക്കർ, പാചകത്തൊഴിലാളി തുടങ്ങിയുള്ള സ്കീം വർക്കേഴ്സ്, ലക്ഷക്കണക്കിന് സ്കീം വർക്കേഴ്സ് ഉണ്ടല്ലോ ഇന്ന് ഇന്ത്യയിൽ. ആ സ്കീം വർക്കേഴ്സിന് 1000 രൂപ, ദിവസം 25 രൂപ ഒക്കെ വർദ്ധിപ്പിച്ച് കൊടുക്കാനും ഇപ്പോഴല്ല ചെയ്യേണ്ടിയിരുന്നത്. ആശാവർക്കർമാരുടെ സമരം SUCI അതിലുണ്ട്
എന്ന് പറഞ്ഞിട്ടാണ് ഇതിന് അന്ന് കൊടുക്കാതിരുന്നത്. ഇപ്പോൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ആശാ വർക്കർമാർക്ക് ഇനി ഒരു മാസം പോലും ഈ ഗവൺമെൻറ് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആശാ വർക്കർമാർക്കൊരു പെൻഷൻ കൊടുക്കുന്നു, അംഗൻവാടിക്കാർക്ക് കൊടുക്കാമെന്ന് പറയുന്നു. ഞാനതിനെ സ്വാഗതം ചെയ്യാണ്. ഇപ്പോൾ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ആർട്സ് ആൻഡ് സയൻസ്, BA BSc BCom, അത് 2500 രൂപയാണ് ഫീസ് വരുന്നത്. 2500 മുതൽ 3500 രൂപ വരെയാണ് വരുന്നത്. അതിൽ ഇപ്പോൾ ഇൻകം ടാക്സ് ഒക്കെ അടയ്ക്കുന്ന രക്ഷാകർത്താക്കളുടെ മക്കൾക്ക് അത് അടയ്ക്കാൻ പറ്റാത്തൊരു തുകയല്ല വർഷത്തിൽ 2500-3000 എന്ന് പറയുന്നത്. പക്ഷേ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുന്നത് തെറ്റില്ല. പക്ഷേ അതാണോ ആ മേഖലയിലെ പ്രശ്നം? കുട്ടികൾ ആരെങ്കിലും 2500 രൂപ ഇല്ലാത്തത് കൊണ്ട് കോളേജിൽ ചേരാതിരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പഠനമുണ്ടോ? കോളേജുകളെ കുട്ടികൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. BA BSc മാത്രമല്ല, MA MSc ഫിസിക്സിനൊക്കെ 1-2 കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ പല കോളേജുകളിലും ഉള്ളത്. അപ്പോൾ ആ തരത്തിൽ രോഗത്തിനല്ല ചികിത്സ, ഒരു ക്യാമ്പയിന് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള സോപ്പുകൾ പ്രഖ്യാപിക്കുക എന്നുള്ള രീതിയിലാണ് ഓരോന്നും നമുക്ക് കാണാൻ കഴിയുക. നെല്ലിൻ്റെ വില കൂട്ടിയൊന്നുമില്ല, റബ്ബറിൻ്റെ വിലയും കൂട്ടിയിട്ടില്ല. ആ കൂട്ടിയത് തന്നെ കൃത്യമായി ഇപ്പോൾ ഉള്ളത് തന്നെ കൃത്യമായി കൊടുക്കുന്നില്ല. അതിനിപ്പോൾ പറയുകയാണ് ഞങ്ങൾ PRS പാഡി റെസിപ്റ്റ് ഷീറ്റ് മാറ്റി. ഇപ്പോഴാണോ മാറ്റേണ്ടത്? ഇനി അത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏൽപ്പിക്കാം. കോപ്പറേറ്റീവ് സൊസൈറ്റി ഇപ്പോഴാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ 1 by 1 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നേരത്തെ ചെയ്യാമായിരുന്നതും ചെയ്യേണ്ടിയിരുന്നതുമായ കാര്യങ്ങൾ. വന്യമൃഗം, അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു നടപടിയുമില്ല. കൃഷി തകർന്നതിനെക്കുറിച്ചൊരു നടപടിയുമില്ല. MSMEകൾ തകർന്നവർക്ക് ഒരു പ്രത്യേക പ്രഖ്യാപനങ്ങളൊന്നുമില്ല. അപ്പോൾ ആ പ്രഖ്യാപനങ്ങൾ പോലും അപ്രസക്തമായ പ്രഖ്യാപനങ്ങൾ. പക്ഷേ നമ്മൾ കണക്കുകളെടുത്ത് നോക്കുകയാണെങ്കിലോ ബജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം ഒരു ശരികേട് ചെയ്തു. ധനക്കമ്മി എത്രയാണെന്ന് പറഞ്ഞില്ല. ധനക്കമ്മിയും റവന്യൂ കമ്മിയും ദേശീയ വരുമാനത്തിൻ്റെ എത്ര % 3 മണിക്കൂർ പ്രസംഗിച്ചിട്ടും പറഞ്ഞില്ല. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ഇത്തരം വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള ഡോക്യുമെൻറ്റുകൾ എടുത്തു നോക്കിയ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ധനക്കമ്മി ഏറ്റവും കൂടി നിൽക്കുകയാണ്, 3.78% നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഉയർന്ന നിലവാരത്തിൽ തന്നെ നിൽക്കുകയാണ്. അതേപോലെ റവന്യൂ കമ്മി കഴിഞ്ഞ തവണ എസ്റ്റിമേറ്റ് ചെയ്ത് 1.9 ഇപ്പോൾ 2.58. ഇനി പറയുന്നു 2.12 കുറയും എന്ന് പറയുന്നു. അപ്പോൾ ഈ ഗവൺമെൻറ് ഇല്ല. അതേപോലെ തന്നെ റവന്യൂ കമ്മി മാത്രമല്ല, ധനക്കമ്മിയും കൂടി തന്നെ നിൽക്കുന്നു എന്ന് മാത്രമല്ല, വരുമാനത്തിൻ്റെ കണക്കുകളിലേക്ക് അതാണല്ലോ ഒരു ധനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിവിടുന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് നമുക്ക് സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം, അതിന് വിളിക്കുന്നത് സ്റ്റേറ്റ് സോൺ ടാക്സ് റവന്യൂ SOTR എന്നാണ്. ഇപ്പോൾ പുതുക്കിയ എസ്റ്റിമേറ്റിൽ, അതായത് ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് 83,730 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. 10 വർഷം കൊണ്ട് കണക്കാണ് ഞാൻ പറയുന്നത്. 10 വർഷം മുമ്പ് 46,000 കോടിയായിരുന്നു. അതിൻ്റെ ഇരട്ടി പോലും ആയിട്ടില്ല. 7% കണ്ട് വർദ്ധിച്ചിരുന്നെങ്കിൽ, അഗ്രിഗേറ്റ് 7% വർദ്ധിച്ചിരുന്നെങ്കിൽ ഇന്നത് 92,000 കോടി ആകണമായിരുന്നു. ഇപ്പോൾ അടുത്ത വർഷം 94 ആകും എന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരിതാണ്. അപ്പോൾ ടാക്സ് പിരിക്കുന്നില്ല. ടാക്സിൻ്റെ പിരിവിൽ വലിയ പരാജയമാണ്. 2 കൊല്ലം കോവിഡ് ആയിരുന്നുവെങ്കിൽ പോലും അതിന് മുൻപോ അതിന് ശേഷമോ ഉള്ള കളക്ഷൻ നോക്കുകയാണെങ്കിൽ SOTR വളരെ കുറവാണ്. എന്നാൽ ആളോഹരി വരുമാനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യയും കേരളവുമായിട്ട് എടുക്കുകയാണെങ്കിൽ 1,11,000 നമ്മുടെ ഇന്ത്യയുടെ ആളോഹരി വരുമാനം. എന്നാൽ വരുമാന വർധനവ് എന്നല്ലേ പറയുന്നത്? അല്ല, ആളോഹരി വരുമാനം വലിയ തോതിൽ കൂടി. ഒറ്റ വർഷം കൊണ്ട് തന്നെ 25,000-ഓളം കോടി രൂപ, 25,000 രൂപ ഒരാൾക്ക് പെർ ക്യാപിറ്റ വർദ്ധിച്ചു. എന്നാൽ ഇന്ത്യയിൽ വർദ്ധിച്ചിട്ടില്ല. ഇന്ത്യൻ ശരാശരി ആളോഹരി വരുമാനം 1,10,000 നിൽക്കുകയാണ്. അപ്പോൾ ആളോഹരി വരുമാനം കൂടുമ്പോൾ നികുതി കൂടുകയാണ് വേണ്ടത്. ആ നികുതി കൂടും എന്ന് പറഞ്ഞിട്ടാണ് ഈ ധനക്കമ്മീഷൻ നമ്മുടെ പൈസ കുറയ്ക്കുന്നത്. അങ്ങനെ കുറയ്ക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് മറ്റൊരു വിഷയമാണ്. ഇപ്പോൾ ധനക്കമ്മീഷൻ്റെ 1.9 ചുരുങ്ങിയിരിക്കുകയാണ്. 10ാം കമ്മീഷൻ 3.8 തന്നതാണ്. നമുക്ക് മിനിമം നമ്മുടെ ജനസംഖ്യയുടെ എങ്കിലും തരണ്ടേ, 2.5% തരണം. അത് മറ്റൊരു സബ്ജക്റ്റാണ്. മാത്രമല്ല റവന്യൂ ഗ്രാൻറ്റ് കിട്ടിയൊരു ഗവൺമെൻറ്റാണിത് എങ്കിൽ പോലും അത് കേന്ദ്രത്തിൽ നിന്നും കിട്ടണം, അത് സംശയമില്ല. പക്ഷെ സംസ്ഥാനത്തിൻ്റെ നികുതി പിരിക്കുക എന്നതാണ് ഒരു ധനമന്ത്രിയുടെ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ചുമതല എങ്കിൽ
ആ കാര്യത്തിൽ ഇൻ പെർസ്പെക്റ്റീവ് ഞാൻ 10 വർഷം മുമ്പുള്ള ഐസക്കിൻ്റെ അടക്കം ഉള്ള കാലമെടുത്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നികുതി പിരിവിൻ്റെ കണക്ക് നോക്കുമ്പോൾ അത് ആശാവഹമായ ഒരു കണക്കല്ല എന്ന് നമുക്ക്, അല്ലെങ്കിൽ കണക്കുകളല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒപ്പം തന്നെ ചെലവുകൾ കുതിച്ചുയരുകയാണ്. ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് വെച്ചിട്ടുള്ള ചെലവ് 2,39,000 വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ വർഷത്തെ ചെലവ് 1,92 പൂർത്തീകരിച്ച കണക്കുകൾ കാണിക്കുന്നത് 1,92. അപ്പോൾ അവിടെ നിന്ന് ഏതാണ്ട് 30,000 കോടിയാണ് ചെലവ് കൂട്ടി വച്ചിരിക്കുന്നത്. പക്ഷേ വരവെത്രയാണ് കൂട്ടി വച്ചിരിക്കുന്നത്? 1,37 നിന്ന് 1,82 ആകുമെന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് റവന്യൂ കമ്മി കണക്കാക്കുന്നത്. വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസം ആർക്കെങ്കിലും 1,37 1,82 ആക്കാൻ എളുപ്പത്തിൽ സാധിക്കുമോ? കഴിഞ്ഞ വർഷം 1,52 പ്രതീക്ഷിച്ചതാണ് 1,37 ആയത്. 1,24 1,37 ആയത്. അപ്പോൾ വെറും 13,000 കോടി വർദ്ധിച്ച ഒരാൾ പറയാണ് അടുത്ത വർഷം ഞാൻ ഇതിനെ ഒരു 50,000 കോടി വർദ്ധിപ്പിക്കും. 10,000 കോടിയാണ് കഴിഞ്ഞ വർഷം വർദ്ധിച്ചത്. അത് 50,000 കോടി വർദ്ധിക്കും എന്ന ഒരു ഇൻഫ്ലേറ്റഡ് ഫിഗർ വെച്ചിട്ടാണ് റവന്യൂ കമ്മിയെ 34,000 നിർത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ റവന്യൂ കമ്മി എന്ന് പറയുന്നത് ഏതാണ്ട് 50,000 കോടിയോളം വരും എന്നതാണ് യാഥാർത്ഥ്യം. ധനക്കമ്മി അതനുസരിച്ച് ഉയരും. എന്തായാലും ശരി, ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സ്റേ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ECG എടുക്കുകയാണെങ്കിൽ, കേരളത്തിൻ്റെ ധനസ്ഥിതിയുടെ ECG എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ദുർബലമായ ഒരു ധനഹൃദയമാണ് ഈ ഗവൺമെൻറ്റിനുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പിന്നെ അത്രയും ദുർബലമായൊരു ധനഹൃദയം വെച്ചുകൊണ്ട് സഹൃദയനായ നമ്മുടെ ബാലഗോപാൽ ഭയങ്കരമായ കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ആസ്വദിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. പിന്നെ അതൊന്നും നടപ്പാക്കില്ല എന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും നമുക്കും അറിയാവുന്നതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. താങ്കൾ പറഞ്ഞ പോലെ തന്നെ സഹൃദയനായ ബാലഗോപാൽ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ബഡ്ജറ്റുണ്ട്, നമ്മുടെ മുന്നിലുണ്ട്. ആ ബഡ്ജറ്റിലെ പ്രഖ്യാപനത്തിലൊക്കെ 75% പോലും ഇപ്പോഴും നടപ്പിലായിട്ടില്ല. തീർച്ചയായിട്ടും അതിലേക്ക് ഞാൻ വരാം. ഞാനിപ്പോൾ പറഞ്ഞത് ഞാൻ ഫിനാൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് പ്ലാനിംഗ് ആണല്ലോ താങ്കൾ ഉദ്ദേശിച്ചത്. എന്താണ് പ്ലാനിങ്ങിൻ്റെ സ്ഥിതി? ഈ ഗവൺമെൻറ്റിൻ്റെ പ്ലാനിനോടുള്ള അപ്രോച്ച് എന്താണ്? ഉമ്മൻചാണ്ടി പോകുമ്പോൾ ഞാൻ വരുമാനത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പ്ലാൻ എന്ന് പറയുന്നത് 20,000 കോടിയായിരുന്നു. ആ 20,000 കോടി 30,000 ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് ചെയ്തത് 9 കൊല്ലം. കഴിഞ്ഞ വർഷം അത് 32 ആക്കി. എന്താണ് അതിൻ്റെ പ്രശ്നം? നമ്മുടെ പ്രേക്ഷകർ വളരെ ശ്രദ്ധിച്ച് ഇതെല്ലാം പഠിക്കാൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കേണ്ടതാണ്. കേരളത്തിൻ്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഫിഗറാണ്. അത് വെറും ഒരു കണക്ക് മാത്രമല്ല. എന്തുകൊണ്ട്? നമ്മുടെ പ്ലാൻ ഫിഗറിൻ്റെ അല്ലെങ്കിൽ പ്ലാൻ അലോക്കേഷൻ്റെ 25% പഞ്ചായത്തിന് കൊടുക്കുക. അപ്പോൾ പ്ലാൻ അലോക്കേഷൻ കൂടുമ്പോൾ പഞ്ചായത്തിൻ്റെ അലോക്കേഷന് വർദ്ധിക്കും. SCക്ക് 10%, 9.82 10%ആണ് പോകുന്നത്. അപ്പോൾ പ്ലാൻ അലോക്കേഷൻ കൂടുമ്പോൾ SC ഡിപ്പാർട്ട്മെൻറ്റിന് കൂടുതൽ പൈസ കിട്ടും. STക്ക് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ ട്രൈബിന് അവർ 1.4 ഉള്ളൂ ജനസംഖ്യയിൽ. പക്ഷേ ഉമ്മൻചാണ്ടിയുള്ള സമയത്താണ് 3 ആക്കിയത്. ഇപ്പോൾ അത് അതിൻ്റെ ഇരട്ടിയായിട്ട് 2.8 നിർത്തിയിരിക്കുകയാണ്. വലിയൊരു കാര്യമാണ്. പക്ഷേ പ്ലാൻ സൈസിൻ്റെയാണ്. അപ്പോൾ പ്ലാൻ സൈസിനെ ബാധിക്കുന്ന 3 ഘടകങ്ങൾ, പഞ്ചായത്ത് രാജ്, SC ST, ഈ പ്ലാൻ സൈസ് കൂട്ടിയില്ല പിണറായി ഗവൺമെൻറ് പ്ലാൻ സൈസ് പിടിച്ചവിടെ നിർത്തി. അത് 27,000 കുറഞ്ഞത് തീർച്ചയായിട്ടും നമ്മുടെ കോവിഡ് ആണെന്ന് പറഞ്ഞാലും കഴിഞ്ഞ പ്രാവശ്യം നടപ്പ് വർഷം അത് 32,000 ആക്കി. 2-3 തവണ കൂട്ടാതെ വെച്ചിട്ട് ഇത്തവണ ബാലഗോപാൽ ഇൻ പെർസ്പെക്റ്റീവ് അടുത്ത വരുന്നവർക്കൊരു സമ്മാനം കൊടുത്തു, 35,000 ആക്കി. അതനുസരിച്ച് എന്തിനാക്കിയെന്നറിയോ? പഞ്ചായത്തുകൾക്കും പൈസ കൂട്ടി വെച്ചു. എന്തായാലും ഇത്തവണത്തെ ബജറ്റ് പ്രസംഗത്തിൽ ആദ്യത്തെ ഭാഗത്തിൽ തന്നെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നന്നായി തോറ്റതുകൊണ്ടായിരിക്കാം പഞ്ചായത്തുകളുടെ തോൽവിക്കുള്ള രാഷ്ട്രീയേതരമായ അല്ലെങ്കിൽ രാഷ്ട്രീയ കാരണം തന്നെ പഞ്ചായത്തിൻ്റെ പൈസ മുഴുവൻ വെട്ടിക്കുറയ്ക്കുകയും കൊടുത്ത പ്ലാൻ തന്നെ ഇനി അലോക്കേഷൻ കൊടുത്തു, അതവിടെ പൈസയായിട്ട് എത്തിയില്ല. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളുടെ പരാജയത്തിൻ്റെ ഒരു മുഖ്യ കാരണം ഈ പ്ലാൻ പൊളിച്ചതാണ് എന്ന് വൈകിയ വേളയെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർക്ക് മനസ്സിലായത് നന്നായി എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇനി പ്ലാനോ ഇപ്പോൾ 35,000 വെച്ച ഈ 32 ഇപ്പോഴത്തെ 32,000 പ്ലാൻ അതിൻ്റെ
38% ഇപ്പോൾ നടന്നിട്ടുള്ള ഇനി ഒരു മാസം കൂടെ കുറച്ച് ബില്ല് വരുമായിരിക്കും. 50%-ലധികം പോകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ 55% എന്ന് പറഞ്ഞാൽ 32,000-ൻ്റെ പ്ലാനിൽ നിന്ന് ഒരു 16,000-ൻ്റെ പ്ലാനാണ് ഈ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത്. പിന്നെ അതിനെല്ലാം കൊട്ടിഘോഷിച്ചൊരു കിഫ്ബി. പക്ഷേ കിഫ്ബിയെക്കുറിച്ച് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം നമ്മുടെ ബാലഗോപാൽ പറഞ്ഞു. കിഫ്ബിയെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, ആകെ അലോക്കേഷൻ അത് 10 കൊല്ലത്തേക്കുള്ളതാണ്, 94,000 കോടി എന്നൊക്കെയാണ് പറയുക. പക്ഷേ ചിലവായ തുക എന്ന് പറയുന്നത് 29,000, പൂർത്തീകരിച്ചതിൻ്റെ ചിലവായത് 29,000 കോടിയും പൂർത്തീകരിക്കാത്തതിൻ്റെ ചിലവായത് 34,000 കോടിയുമാണ്. എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ടാണ്. 10 വർഷം എന്ന് പറഞ്ഞാൽ അതിന് 10 കൊണ്ട് ഹരിച്ചാൽ 3,400 കോടിയാണ് നമുക്ക് കിട്ടുക. ഇത് കാണിക്കുന്നത് കിഫ്ബി എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയെങ്കിലും ഇത് വലിയ ഒരു വികസനവും ഉണ്ടാക്കിയില്ല. കുറച്ച് കാണത്തക്ക തരത്തിലുള്ള പ്രധാനപ്പെട്ട റോഡുകളോ അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടങ്ങളോ ഒക്കെ ഉണ്ടാക്കി എന്നതൊഴിച്ചാൽ കിഫ്ബിയും പ്ലാനുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ പ്ലാനിലൂടെയാണ് ഈ തുക ചെലവഴിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട വികസനം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു എന്ന് വൈകിയ വേളയിലെങ്കിലും CPM-ന് മനസ്സിലായോ എന്നെനിക്ക് സംശയമുണ്ട്. പിന്നെ കുറേ പ്രഖ്യാപനങ്ങളാണ്. ആ പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പാവാത്തതിൽ അത്ഭുതമൊന്നുമില്ല. എല്ലാ പ്രഖ്യാപനങ്ങളും നടപ്പാകണമെന്നുമില്ല. അതുകൊണ്ട് ധനകാര്യപരമായും ആസൂത്രണപരമായും ഈ ഗവൺമെൻറ്റിൻ്റെ പരാജയത്തെ തുറന്ന് കാണിക്കാൻ മടിച്ചുകൊണ്ടാണെങ്കിലും അതിൻ്റെ ECG എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിയും അത് ദുർബലമായ ഒരു ധനഹൃദയവും ആസൂത്രണ ഹൃദയവും ശരീരവുമുള്ള ഒരു ഗവൺമെൻറ് ആയിരുന്നു ഈ ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷവും 10 വർഷവും എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ നടത്തിയ പ്രഖ്യാപനങ്ങൾ അതൊക്കെ മാനിഫെസ്റ്റോൻ്റെ കോട്ടയിൽ കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഓക്കെ, താങ്കളിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ 10 വർഷക്കാലം ഭരിച്ചപ്പോൾ ഉണ്ടാവാത്ത പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും, ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി, അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് പ്രഖ്യാപനങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ട്, നടപ്പിലായിട്ടില്ല. പിന്നെ പുതിയ പ്രഖ്യാപനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചില പ്രഖ്യാപനങ്ങൾ, ഇത്ര നാളും ഇല്ലാത്തത് ചില വാഗ്ദാനങ്ങൾ, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് വർഷം, തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്തുള്ള മാസത്തിൽ പ്രഖ്യാപിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ അത് വിശ്വസിക്കുമെന്നാണോ? അതും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സർക്കാരിന് തന്നെ തിരിച്ചടിയാവില്ലേ അത്? തീർച്ചയായും. അതാണല്ലോ നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നു. ധനമന്ത്രിയല്ല, ധനമന്ത്രിയെ അദ്ദേഹം ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറ്റിയിട്ട് അദ്ദേഹം തന്നെ സ്വതസിദ്ധമായ ശൈലിയിൽ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തി. 2,000 കോടി കൊടുക്കും, അതുപോലെ തന്നെ വനിതകൾക്ക് അവർക്കൊരു പ്രത്യേക പെൻഷൻ കൊടുക്കും, അങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ ഒരു പ്രതിഫലനവും ഉണ്ടായില്ല. 50 വർഷത്തെ തിരുവനന്തപുരത്തെ CPM-ൻ്റെ ഭരണം താഴെ പോയി. 50 വർഷം ഇടതടവില്ലാതെ ഭരിച്ചതാണ് ഇവിടെ. അതുപോലെ 50 വർഷത്തോളം ഇടതടവില്ലാതെ ഭരിച്ച കോഴിക്കോട് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. BJP അവിടെ കൂടുതൽ സീറ്റുകൾ പിടിച്ചു. എന്നാൽ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള എറണാകുളം എപ്പോഴും CPM-ൻ്റെ ദുർബലമായൊരു കേന്ദ്രമാണ്. തൃശ്ശൂരും അങ്ങനെ തന്നെയായിരുന്നു, പുതിയ കോർപ്പറേഷനാണ്. ഒരിക്കലും ജയിച്ചിട്ടില്ലാത്ത കൊല്ലത്ത് UDF ജയിച്ചു. അർബൻ ഏരിയയിൽ ജില്ലാ പഞ്ചായത്തുകൾ ഒപ്പത്തിനൊപ്പമായി. 1-2 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ 9 ജില്ലാ പഞ്ചായത്തുകൾ UDF-ന് കിട്ടുമായിരുന്നു. അപ്പോൾ ഇത് കാണിക്കുന്നത് പ്രഖ്യാപനങ്ങൾ കൊണ്ട് കിട്ടണമായിരുന്നെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷന് കിട്ടണമായിരുന്നല്ലോ. അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ കാത്തിരിക്കുന്നത് അതിദയനീയമായ ഒരു തെരഞ്ഞെടുപ്പ് പരാജയമായിരിക്കും. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനമാണ് ഇന്ന് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് എനിക്കും തോന്നിയത്. മറ്റൊന്ന്, ഈ പദ്ധതി ചെലവിൻ്റെ കാര്യം താങ്കൾ പറയുകയുണ്ടായി. പരിതാപകരമായ ഒരു അവസ്ഥയിലാണല്ലോ. 10 ലക്ഷം രൂപയിൽ കൂടുതൽ ട്രഷറിയിൽ നിന്ന് മാറിയെടുക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഇത്തരമൊരു ഖജനാവ് വെച്ചാണ് ധനമന്ത്രി ഇന്ന് ഇത്ര വലിയൊരു പ്രസംഗം നടത്തിയത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പൊതുവായൊരു വിനയവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആളുകളോടുള്ള പെരുമാറ്റവും ഒക്കെ കാരണം ആരും അദ്ദേഹത്തെ കടന്നാക്രമിക്കാറില്ല ഒരു വ്യക്തി എന്നുള്ള നിലയിൽ. പക്ഷേ എന്താണ് പഞ്ചായത്തുകൾക്ക് കൊടുത്ത പൈസയുടെ അവസ്ഥ എന്നറിയാമോ? 10 ലക്ഷത്തിൻ്റെ ബില്ലിനെ കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ വർഷം, അതായത് പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ്, കഴിഞ്ഞ വർഷത്തെ, അതായത് 24-25 മാർച്ചിൽ നടന്ന ആ വർഷത്തിൽ 4 ഗഡു കൊടുക്കേണ്ട പഞ്ചായത്തിൻ്റെ പ്രഖ്യാപിതമായ ഫണ്ട്, അതായത് പരിമിതമായ ഫണ്ട്, അതുതന്നെ വെട്ടിക്കുറച്ചതിന് ശേഷം കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഫണ്ട്, അതിൽ നമ്മുടെ ബാലഗോപാൽ 4ാമത്തെ ഗഡു കൊടുത്തേയില്ല. 100 രൂപ കൊടുക്കേണ്ടടുത്ത് 100 രൂപ എന്ന് വെച്ചാൽ കൊടുക്കേണ്ടത് കൂടുതലായിരുന്നു. എന്നാൽ അവസാനം എഗ്രി ചെയ്ത 100, ആ 100ൻ്റെ 25 കൊടുത്തില്ല.
എന്നിട്ട് എന്ത് ചെയ്തു? അടുത്ത വർഷം, അതായത് ഈ മാർച്ച് ഏപ്രിൽ 1 തുടങ്ങുന്ന വർഷം, അവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യരിലെ നേതാക്കന്മാർ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ ഒരു ഗഡുവും കൊടുത്തു. ഈ മാർച്ച് ലാസ്റ്റ് വീക്കും ഏപ്രിൽ ഫസ്റ്റ് വീക്കും ഒക്കെ സാങ്കേതികമായിട്ട് എല്ലാവർക്കും മിക്കവർക്കും മനസ്സിലാവുമെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നവർക്ക് പൈസ കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു വർഷം കിട്ടുന്നുണ്ട്, അടുത്ത വർഷം കിട്ടി. ഇനി ഈ 3 ഗഡു കൊടുത്തല്ലോ തലേ വർഷം 24-25, അതിൽ തന്നെ അവസാനം മാർച്ചിൽ കുറച്ച് കൊണ്ടു കൊടുത്തു, 3ാമത്തെ ഗഡു. ആ പണം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കുട്ടികളിപ്പോൾ വീട്ടിലൊക്കെ ഒറ്റയ്ക്കേ കുട്ടികളുള്ളൂ, ഒരു കുട്ടിയേ ഉള്ളൂ. അപ്പോൾ അവർ ഒരു പന്ത് വാങ്ങിയിട്ട് ചുമരിലെറിഞ്ഞ് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ധനമന്ത്രി അങ്ങോട്ട് കൊടുക്കുക, അത് ഇങ്ങോട്ട് തന്നെ പിടിക്കുക. ചുമരിലെറിഞ്ഞ പന്ത് തിരിച്ചു വരുന്നത് പോലെ ബാലഗോപാൽ എറിഞ്ഞ പണം തിരിച്ച് ബാലഗോപാലിനെ പെട്ടി തന്നെ വന്നു. ചുരുക്കി പറഞ്ഞാൽ പഞ്ചായത്ത് രാജിനെയും തങ്ങൾ പൈസ കൊടുക്കേണ്ട ആളുകളെയും പറ്റിക്കുകയാണ് ചെയ്തത്. ഞാൻ മോശമായ വാക്ക് ഉപയോഗിക്കുകയല്ല. അതുപോലെ തന്നെ കരാറുകാർക്ക് വലിയ കുടിശ്ശികയാണ്. എവിടെയൊക്കെയാണ് കരാറുകാരുടെ കുടിശ്ശിക ജനങ്ങളെ ബാധിച്ചത്? ഇപ്പോൾ ഒരു റോഡ് പണി നടത്തിയ ഒരു കരാറുകാരനെ പണം കൊടുത്തില്ലെങ്കിൽ ആ കരാറുകാരൻ്റെ ഒരു പ്രശ്നമാണത്. റോഡിൽ കൂടെ വണ്ടി എന്തായാലും പോകും. പക്ഷേ നമ്മുടെ ആശുപത്രികളുടെ സ്ഥിതി എന്താ? ആശുപത്രികളിൽ മരുന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കേണ്ട പൈസയുണ്ടല്ലോ, ആ മരുന്ന് വാങ്ങിച്ച പൈസ കൊടുക്കാത്തത് കൊണ്ട് എന്തില്ല? മരുന്നേ ഇല്ല. മരുന്ന് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ നിർത്തി. അതേപോലെ തന്നെ ഇൻക്ലൂഡിങ് ഇപ്പം മെഡിസിപ്പ് 2 എന്ന് പറഞ്ഞു. മെഡിസിപ്പ് 1ൻ്റെ സ്ഥിതി എന്താ? മെഡിസിപ്പ് 1 ഇന്ന് ഫലപ്രദമായി നടക്കുന്നത് കണ്ണാടി വയ്ക്കുന്ന ആശുപത്രിയുണ്ട്. കണ്ണ് ഓപ്പറേഷനൊക്കെ നടത്തുന്ന കുറേ ഐ ഹോസ്പിറ്റലുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ചില ഡെൻറ്റിസ്റ്റ് ഹോസ്പിറ്റലുകൾ വന്നിട്ടുണ്ട്. ആ 2 സ്ഥലത്തല്ലാതെ ഗൗരവമായ ആശുപത്രികളൊക്കെ മെഡിസപ്പിനെ ഉപേക്ഷിച്ചു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉഴപ്പി വിടുകയാണ് ചെയ്തത്. ഒരു കാര്യം ഞാൻ ഈ സമയത്ത് പറയുകയാണ്, അടുത്ത UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ഇതിനെല്ലാം പരിഹാരം ഉണ്ടാവും. സഹകരണ മേഖലയ്ക്കാണെങ്കിലും നിർമ്മാണ തൊഴിലാളി മേഖലയ്ക്കാണെങ്കിലും പെൻഷൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം തന്നെ കൃത്യമായ ഒരു നടപടി എടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരാണ്, അല്ലെങ്കിൽ ബാധ്യസ്ഥരാണ്. താങ്കൾ പറയുന്നത് വ്യക്തമാണ്, അതിനുള്ള ശ്രമങ്ങൾ നടത്തുമായിരിക്കും. പക്ഷേ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുന്ന സർക്കാർ, ആ സർക്കാരിൽ നിന്നാണ് UDFൻ്റെ കയ്യിലേക്കായാലും ഇനിയിപ്പോൾ ഏത് സർക്കാരായാലും അടുത്ത സർക്കാരിലേക്ക് വരുന്നത്. ഇത് വലിയ ബാധ്യതയല്ലേ ഉണ്ടാവുക? തീർച്ചയായിട്ടും വലിയ ബാധ്യത ബാക്കി വെച്ചുകൊണ്ടും വലിയ വാഗ്ദാനങ്ങൾ വാരി എറിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ബാധ്യത മാത്രമല്ലല്ലോ, ഇപ്പോൾ ശമ്പള കമ്മീഷൻ എന്തായാലും വെച്ചേ പറ്റുള്ളൂ. ശമ്പള കമ്മീഷൻ 2 വർഷം പുറകിലാണ്, 2 വർഷം മുൻപ് വെക്കേണ്ടതാണ്. എന്നിട്ട് ഇന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറയാണ് 5 വർഷം കൂടുമ്പോൾ വെക്കണം എന്നതിന് ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ 7 വർഷമായിട്ടാണ് വെച്ചത്. അപ്പോൾ ഇതപ്പോൾ പഞ്ചവത്സരമല്ല, സപ്തവത്സര കമ്മീഷനാണ്. ഇനി 10ലേക്ക് 3 വർഷം കൂടെ നടന്നാൽ മതി. ഈ ശമ്പള പരിഷ്കരണം വൈകിയതിലും അതുപോലെ DA കുടിശ്ശിക ഉണ്ടല്ലോ, അതൊക്കെ വൈകിയതിൽ DA കുടിശ്ശിക വൈകി. ഇപ്പോൾ ഒരു DA ഈ മാസം കൊടുക്കും എന്ന് പറയുന്നു. നല്ല കാര്യം, മാർച്ചോടുകൂടി മുഴുവനായും കൊടുത്ത് തീർക്കും, അങ്ങനെയാണ് ഇന്നിപ്പോൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ 2 കാര്യത്തിലും ഇടത് യൂണിയനിൽപ്പെട്ട ജീവനക്കാർ പോലും കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഇടത് മുന്നണിയിലെ, അതാ ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാവട്ടെ, UDF ആവട്ടെ, LDF ആവട്ടെ, ഇപ്പം ഞാനൊരു 40 വർഷത്തിലധികം 45 വർഷത്തിലധികം കേരളത്തിൽ പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. ഈ 45 വർഷം മുമ്പുള്ള കേരളമൊന്നുമല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ലക്ഷക്കണക്കിന് ബിടെക്കുകാരുള്ളൊരു കേരളമാണ്. ലക്ഷക്കണക്കിന് BSc-ക്കാരും BCom-കാരും എന്താ പറയുക, നഴ്സിംഗ് BSc-ക്കാരും അല്ലെങ്കിൽ അതുപോലത്തെ ടെക്നിക്കൽ കോഴ്സ് പഠിച്ചിട്ടുള്ള ഒരു ആ കുട്ടികളൊന്നല്ല, അവരൊക്കെ ഇപ്പോൾ അമ്മമാരും അച്ഛന്മാരും ആയല്ലോ. ഇപ്പോൾ 45-50 വയസ്സുള്ള ആളുകൾ പോലും വെറും സാക്ഷര കേരളമൊന്നുമല്ല, ഇന്നൊരു അഭ്യസ്ത വിദ്യ കേരളമാണ്. മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ സംസാരിക്കുന്നതൊക്കെ വളരെ അറിവുള്ളൊരു സമൂഹത്തോടാണ്. അതുകൊണ്ട് അവരെ സൂത്രത്തിലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാമെന്നൊക്കെ കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്നവരാണ്. ശ്രീ CP ജോൺ, കേരളയിൽ വരുമെന്ന് തന്നെയാണ് നിലപാടെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി എന്ന് പറയുന്നത് കേട്ടു. കേരളത്തിന് പകരമായി RRTS അതിവേഗ റെയിൽപാതയും ബജറ്റിൽ ഇടം പിടിച്ചിരിക്കുന്നു. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി വകയിരുത്തിയിട്ടുമുണ്ട്. ശ്രദ്ധിച്ചില്ലേ അത്? ഞാൻ ശ്രദ്ധിച്ചു. ഈ ഗവൺമെൻറ്റിൻ്റെ, ഞാൻ ആദ്യം തൊട്ട് ഈ ഗവൺമെൻറ്റിനെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കലായിട്ടുള്ളൊരു കാര്യം, സ്വന്തം ഷൂസിലല്ല അവർ നിൽക്കുന്നത്. ഒന്നുകിൽ കേന്ദ്രം ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട് K-Phone. ഇവിടെ BSNL എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്,
ആ കമ്പനിയുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ സാധാരണക്കാർക്ക് ഫോൺ വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ വളരെ പാവപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ. കാരണം നമുക്ക് റോൾ ക്ലാരിറ്റി വേണം. ഒരാൾ തന്നെ എല്ലാവരും ഒരേ കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഒരാൾ പല കാര്യം ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതല്ലാത്ത കാര്യം ചെയ്യേണ്ട. റെയിൽവേ വാസ്തവത്തിൽ കേന്ദ്രത്തിൻ്റെ അല്ലേ? മെട്രോ എന്ന കേന്ദ്രത്തിൻ്റെ അല്ല. എല്ലാവരും മെട്രോ റെയിൽ എന്ന് പറയും, ശരിയാണ്. അത് ട്രാംസ് ആക്ട് അനുസരിച്ചാണ്. നമ്മുടെ ബംഗാളിലൊക്കെ ഇപ്പോഴും ട്രാം ഓടുന്നുണ്ട് കൽക്കട്ടയിൽ. ട്രാംസ് ആക്ട് എന്നൊരു ആക്ട് അത് ലോക്കൽ ഗവൺമെൻറ്റുകളുടെയാണ്. ഇന്ന് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ ആണ്. ആ റെയിൽവേസ് ആക്ട് അനുസരിച്ചാണ് അത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഇന്ത്യൻ റെയിൽവേയുമായി സഹകരിച്ചുകൊണ്ടും ചേർന്നുകൊണ്ടുമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ നാഷണൽ ഹൈവേക്ക് ഇപ്പോഴത്തെ ഈ ഹൈവേ ഏതാണ്ട് 60,000 കോടി ഉറുപ്പിക കേരളം ചെലവിടാൻ പോയാൽ എവിടെയെങ്കിലും എത്തുമോ? അതിന് പകരം വെറും 5,000 കോടി 10 കൊല്ലം കൊണ്ടാണെങ്കിലും കൊടുത്തപ്പോൾ, 10 കൊല്ലത്തിനിടയിലാണെങ്കിലും കൊടുത്തപ്പോൾ നമുക്ക് 60,000 കോടിയുടെ ഹൈവേ കിട്ടി. നല്ല കാര്യമാണ്. ഇറ്റ്സ് എ ഗുഡ് മോഡൽ. അതിന് പകരം റെയിൽവേ സ്വയം ചെയ്യാൻ പുറപ്പെടുക. റെയിൽവേ ഇവിടെ ഉണ്ട്. ആ റെയിൽവേയുമായി സഹകരിച്ചാൽ മതി. നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ഇനിയുണ്ട് കേന്ദ്രവുമായി ചേർന്നുകൊണ്ട്. ഏത് പാർട്ടിയെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഈ കേരളിന് വേണ്ടിയിട്ട് എംബാങ്ക്മെൻറ്റുകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അന്നേ ജനങ്ങളാകെ പറഞ്ഞില്ലേ, നാട്ടുകാർ മുഴുവൻ പറഞ്ഞില്ലേ. ഇപ്പോൾ അത് കഴിഞ്ഞ് 100 കോടി മാറ്റി വെച്ചിരിക്കുന്നു. എന്തായാലും ഇവരൊന്നും ചെയ്യേണ്ടി വരില്ല. പക്ഷേ ബാക്കി ആ ചിലവാക്കിയ 100 കോടിയോടെ പോയി. ഏതായാലും വളരെയധികം നന്ദി ശ്രീ CP ജോൺ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്. ഏതായാലും വലിയ പ്രഖ്യാപനങ്ങളുമായി റെക്കോർഡ് സമയമൊക്കെ എടുത്താണ് ധനമന്ത്രി ഇങ്ങനെയൊരു ബഡ്ജറ്റ് പ്രസംഗം നടത്തിയത്. എങ്ങനെയായിരിക്കും പൊതുജനം അത് നോക്കിക്കാണുക എന്ന് അറിയാൻ നമുക്ക് അധിക സമയമൊന്നും ഇനിയിപ്പോൾ, അധിക ദിവസങ്ങളൊന്നും ഇനിയിപ്പോൾ വേണ്ട. മെയ് മാസം വരെ കാത്തിരുന്നാൽ മതി. വളരെയധികം നന്ദി.